ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്പ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ആവശ്യമായ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മിക്സ്ചർ ഓഫ് ടു ഗ്യാസസ് ആർ കോൾഡ് സിൻഗ്യാസ്. ഐഡന്റിഫൈ ദ മിക്സ്ചർ. രണ്ട് ഗ്യാസുകൾ തമ്മിൽ ചേർന്നതാണ് സിൻഗ്യാസ്. അത് ഏതൊക്കെയാണ്? CO ആൻഡ് H2, അതായത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. സിൻഗ്യാസ് എന്നതിനെ സിന്തസിസ് ഗ്യാസ് എന്നും പറയാറുണ്ട്. ദി കോമ്പൗണ്ട് കോൾഡ് ബ്ലൂ വിട്രിയോൾ ഈസ്. ബ്ലൂ വിട്രിയോൾ എന്ന സംയുക്തം എന്ത്? CuSO4 5H2O, അതായത് കോപ്പർ സൾഫേറ്റ്. ഹ്യൂമൻ ബോഡി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. മനുഷ്യ ശരീരത്തിന് ഒരു ഉദാഹരണം. ആൻസർ, ഓപ്പൺ സിസ്റ്റം. മനുഷ്യ ശരീരത്തിന് എനർജി, വാട്ടർ, മിനറൽസ് അങ്ങനെ എല്ലാം ആവശ്യമുണ്ട്. ഇതെല്ലാം ഇൻപുട്ടായി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡി എന്നത് ഓപ്പൺ സിസ്റ്റത്തിന് ഉദാഹരണമാണ്. ഇൻപുട്ടായി ഒന്നും ഇല്ലാത്തതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നു. വിച്ച് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ്. ചൂസ് എ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ആൻസർ, വിറ്റാമിൻ സി. വെള്ളത്തിൽ ലയിക്കുന്നത് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും വെള്ളത്തിൽ ലയിക്കുന്നു. അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നത് വിറ്റാമിൻ എ, ഡി, ഇ, കെ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് അഡക് എന്ന് ഓർത്തു വെക്കുക. അതായത് എ, ഡി, ഇ, കെ, അഡക്. മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോഫിൽ ഈസ്. ക്ലോറോഫിലിൽ കാണപ്പെടുന്ന ലോഹം മെഗ്നീഷ്യം. എ പെപ്റ്റൈഡ് ഹോർമോൺ ഈസ്. പെപ്റ്റൈഡ് ഹോർമോൺ എന്നത് എന്താണ്? ഇൻസുലിൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ DNA. DNA കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? യുറാസിൽ. GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഈസ് സെറ്റ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ യൂണിയൻ ഗവൺമെന്റ് ഓൺ. യൂണിയൻ ഗവൺമെന്റ് GST അവതരിപ്പിച്ച ഡേറ്റ് 1 ജൂലൈ 2017. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പട്യാല, പഞ്ചാബ്. ദ ഫസ്റ്റ് സിനിമാസ്കോപ്പ് ഫിലിം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ഫിലിം ഏത്? കാഗസ് കി ഫൂൽ. അതായത് 1959 കാഗസ് കി ഫൂലാണ് ഫസ്റ്റ് സിനിമാസ്കോപ്പ് ഫിലിം ഇൻ ഇന്ത്യയിൽ. ദ പവർ ടു ഡിസൈഡ് ആൻ എലക്ഷൻ പെറ്റീഷൻ ഈസ് വെസ്റ്റഡ് വിത്ത്. ഒരു എലക്ഷൻ ഹർജി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ആർക്ക്? ഹൈക്കോർട്ട്. വേൾഡ് ഫസ്റ്റ് ബാങ്ക് ടു ഡിപ്ലോയ് എ റോബോട്ട് ഫോർ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സേവനത്തിനായി ഒരു റോബോട്ടിനെ വിന്യസിച്ച ബാങ്ക്? HDFC. Where is the headquarters of FIFA governing body is situated? ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച്. Name of the first solar ferry boat of India between Vaikam to തവണക്കടവ്. വൈക്കം മുതൽ തവണക്കടവ് വരെ ഒഴുകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിന്റെ പേരെന്ത്? ആദിത്യ. 12 ജാനുവരി 2017 തുടങ്ങിയിരിക്കുന്നത്. അതായത് 2017 ജാനുവരി 12 ആദിത്യ, അതായത് വൈക്കം മുതൽ തവണക്കടവ് വരെ ഫെറി ബോട്ട്, സോളാർ ഫെറി ബോട്ട് ഒഴുകിയത്. വിച്ച് ടീം ഈസ് ദി സെക്കൻഡ് ഹയസ്റ്റ് വിന്നിംഗ് FIFA വേൾഡ് കപ്പ്?
ഫിഫ ലോകകപ്പിൽ ഏത് ടീമാണ് കൂടുതലായി ജയിച്ചവരിൽ രണ്ടാമത്തെ ടീം? ഇറ്റലി. ദ പ്രസിഡന്റ് ക്യാൻ ഡിസ്മിസ് എ മെമ്പർ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. രാഷ്ട്രപതിക്ക് മന്ത്രിസഭയിലെ ഒരു അംഗത്തെ പുറത്താക്കണമെങ്കിൽ ആരുടെ പെർമിഷൻ, അതായത് ഓൺ റെക്കമെൻഡേറ്റിംഗ് ദ പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിന്റെ റെക്കമെൻഡിങ് കൊണ്ടാണ് രാഷ്ട്രപതിക്ക് മന്ത്രിസഭയിൽ ഒരു അംഗത്തെ പുറത്താക്കാൻ പറ്റുള്ളൂ. VT ഭട്ടതിരിപ്പാട് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കണ്ടക്ടഡ് എ യാചനായാത്ര ഇൻ 1931 ഫ്രം. 1931 VT ഭട്ടതിരിപ്പാടും സുഹൃത്തുക്കളും നടത്തിയ യാചനായാത്ര എവിടെ മുതൽ എവിടെ വരെയാണ്? തൃശൂർ ടു കാസർഗോഡ്. നെയിം ദി പേഴ്സൺ who is related to the foundation of the Servants of Mary Immaculate. Servants of Mary Immaculate എന്ന ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വ്യക്തി സെന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. The name of the social reformer who was called obscurely as പാണ്ടിപ്പറയൻ by സവർണ പാണ്ടിപ്പറയൻ എന്ന് അധിക്ഷേപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ സ്വാമികൾ. നെയിം ഓഫ് ദി ദിവാൻ ഹൂ ബാൻഡ് ആൻഡ് കൺഫിസ്കേറ്റഡ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി ഇൻ 1910. 1910 അതായത് 1910 സ്വദേശാഭിമാനി പത്രത്തെ നിരോധിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്ത ദിവാൻ ആര്? P. രാജഗോപാലാചാരി. വിച്ച് റിവർ ഈസ് ഓൾസോ നോൺ ആസ് തലയാർ? തലയാർ എന്നും അറിയപ്പെടുന്ന നദി പാമ്പാർ. ദ പ്ലേസ് മുസിരിസ് വാസ് നോൺ ഇൻ ആൻഷ്യന്റ് കേരള ഹിസ്റ്ററി ആസ്. മുസിരിസ് എന്ന സ്ഥലം പുരാതന കേരള ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ഹാർബർ സിറ്റി. The first mass struggle against untouchability in Kerala was. കേരളത്തിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടന്ന ആദ്യത്തെ ബഹുജന സമരം വൈക്കം സത്യാഗ്രഹം. The name കരിന്തന്തൻ is associated with. കരിന്തന്തൻ എന്ന പേരുമായി ബന്ധപ്പെട്ടത് താമരശ്ശേരി പാസ്. Mention the main feature of ചിന്നാർ. ചിന്നാറുടെ പ്രധാന സവിശേഷത പരാമർശിക്കുക. റെയിൻ ഷാഡോ റീജിയൻ ഇൻ കേരള, അതായത് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു. ചിന്നാർ എന്നത് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു. ദ ഫേമസ് മാമാങ്കം ഫെസ്റ്റിവൽ വാസ് സെലിബ്രേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ദി റിവർ. ഏത് നദിയുടെ തീരത്താണ് പ്രസിദ്ധമായ മാമാങ്ക മഹോത്സവം നടക്കുന്നത്? ഭാരതപ്പുഴ. The name of person who persuaded Gandhiji to include women in salt satyagraha. ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച വ്യക്തിയുടെ പേര് കമലാദേവി ചതോപാധ്യായ. In which satyagraha did Gandhiji interfere for labours in factory for the first time? ഏത് സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ആദ്യമായി ഫാക്ടറിയിലെ തൊഴിലാളികളുമായി ഇടപെട്ടത്? അഹമ്മദാബാദ്. അതായത് 1918 അഹമ്മദാബാദ് മില്ല് സത്യാഗ്രഹത്തിലാണ് ഇടപെട്ടത്. ഗാന്ധി ആദ്യമായി നിരാഹാര സമരം നടത്തിയതും അഹമ്മദാബാദ് മില്ല് സ്ട്രൈക്കിലാണ്. കോൺഗ്രസ് സെഷൻ വിച്ച് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് 26 January ആസ് ഇൻഡിപെൻഡൻസ് ഡേ ഓൾ ഓവർ ദ കൺട്രി. ഏത് സമ്മേളനത്തിലാണ് ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയി ആഘോഷിക്കാൻ തീരുമാനിച്ചത്? ലാഹോർ കോൺഗ്രസ്. അതായത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജാനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേയെ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ദ ബയോഗ്രഫി ഓഫ് ഗാന്ധിജി ഈസ് റിട്ടൺ ബൈ.
ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയത്? DG ടെൻഡുൽക്കർ. ഹു ഓർഗനൈസ്ഡ് ദ ഗ്രൂപ്പ് കോൾഡ് ഖുദായി ഖിദ്മത്ഗാർ? ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘത്തെ സംഘടിപ്പിച്ചതാര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഹു ഈസ് നോൺ ആസ് ദി മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവാര്? മാഡം ബിക്കാജി കാമ, അതായത് മാഡം ബിക്കാജി റെസ്റ്റം കാമ. ഹു എമംഗ് ദ ഫോളോവിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ? താഴെ പറയുന്നവരിൽ ആരാണ് ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങളല്ലാത്തത്? ജോൺ സൈമൺ. ക്യാബിനറ്റ് മിഷന്റെ അംഗമല്ലാത്ത വ്യക്തിയാണ് ജോൺ സൈമൺ. ദ ഫേമസ് ബുക്ക് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് വാസ് റിട്ടൺ ബൈ? ജാതിയുടെ ഉന്മൂലനം എന്ന പ്രസിദ്ധമായ പുസ്തകം എഴുതിയത്? BR അംബേദ്കർ. ദ ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ? സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ചെയർമാൻ ആര്? ഫസൽ അലി. ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ? ഇന്ത്യയുടെ ഭരണഘടനാ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. The Comptroller and Auditor General of India is appointed by? ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CAG-യെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ? ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് 26 നവംബർ 1949. 26 നവംബർ 1949. Subject to the provisions of any law made by Parliament or any rules made under Article 145. Which article of the Constitution permits the Supreme Court to review its own judgment or order? പാർലമെന്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമത്തിലെ വകുപ്പുകൾക്ക് അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145 കീഴിൽ വരുന്ന ഏതെങ്കിലും നിയമത്തിന് വിധേയമായി സ്വന്തം വിധി അല്ലെങ്കിൽ ഉത്തരവ് പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അനുവാദം നൽകുന്ന ആർട്ടിക്കിൾ 137. അതായത് സുപ്രീം കോടതിക്ക് പുനഃപരിശോധിക്കാൻ, ആ ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള അനുവാദം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 137. Which article is inserted in the Constitution of India by the Constitution Act 2011? അത് 97th Amendment Act 2011. ഭരണഘടന 97-ാം ഭേദഗതി ആക്ട് 2011 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 43B, അതായത് 97-ാം ഭേദഗതി ആക്ട് 2011 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 43B. Which of the following is not a constitutional body? താഴെ പറയുന്നതിൽ ഏതാണ് ഭരണഘടനാ സംവിധാനം അല്ലാത്തത്? സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. The Constitution of India provides free and compulsory education of all children in the age group of 6 to 14 years as a 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശം, ആർട്ടിക്കിൾ 21A പരാമർശിച്ചിരിക്കുന്നത്. അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശം, ആർട്ടിക്കിൾ
21A പരാമർശിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് 86 ഭരണഘടനാ ഭേദഗതി, 2002 86 ഭരണഘടനാ ഭേദഗതി. Who was the second chairperson of National Human Rights Commission? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആര്? MN വെങ്കടാചലം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആണ് MN വെങ്കടാചലം. ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിൽ ജസ്റ്റിസ് HL ദത്തു. How many schedules are there in the Right to Information Act 2005? 2005 വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 2005 വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 2 ഷെഡ്യൂൾ. Which of the following committees was formed by the Government of India in the year 1979 to study the issue of child labor and to suggest measures to tackle it? 1979 ഇന്ത്യൻ ഭരണകൂടം രൂപം നൽകിയ കമ്മിറ്റികളിൽ ഏതാണ് കുട്ടികൾക്കുള്ള തൊഴിൽ പ്രശ്നം പഠിക്കുവാനും അത് പരിഹരിക്കാനുമുള്ള നടപടികൾ നിർദ്ദേശിക്കാനുമുള്ള കമ്മിറ്റി ഏത്? ഗുരു പത്മസ്വാമി കമ്മിറ്റി. The Protection of Women from Domestic Violence Act was passed in the year. സ്ത്രീകൾക്കായുള്ള ഗാർഹിക പീഡന സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 2005. സ്ത്രീകൾക്കുള്ള ഗാർഹിക പീഡന സംരക്ഷണ നിയമം പാസാക്കിയ വർഷമാണ് 2005. നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്